Okay. Hi all, good evening. അപ്പോ നമ്മൾ എത്തി നിന്നത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ കാര്യങ്ങളായിരുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെ വരെയാ പറഞ്ഞത്? ഇൻട്രഡക്ഷൻ വരെ. രണ്ട് പിറ്റ്യൂട്ടറി ഉണ്ട്. ആന്റീരിയർ അല്ലെങ്കിൽ അഡിനോ ഹൈപ്പോഫിസിസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പോസ്റ്റീരിയർ അല്ലെങ്കിൽ എന്താണ് ന്യൂറോ ഹൈപ്പോഫിസിസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അങ്ങനെ അഡിനോ ഹൈപ്പോഫിസിസും ന്യൂറോ ഹൈപ്പോഫിസിസും രണ്ടാണ് ഉള്ളത്. ഫസ്റ്റ് ആന്റീരിയർ അഡിനോ ഹൈപ്പോഫിസിസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ പറ്റിയാണ് പറയുന്നത്. ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നാണ് അതിന്റെ പേര്. രണ്ടാമത്തെ പേരാണ് എന്ത്? അഡിനോ ഹൈപ്പോഫിസിസ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഗ്ലാൻഡുലാർ ടിഷ്യൂസ് ആണ്. ഗ്ലാൻഡുലാർ ടിഷ്യൂസ് ആണ്. ഗ്ലാൻഡുലാർ ടിഷ്യൂസ്. The hypothalamus regulate the secretion of the adenohypophysis. കണ്ടോ, ഹൈപ്പോതലാമസ് ആണ് സെക്രീഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്. Even though pituitary gland is known as master gland, it is controlled by hypothalamus. കണ്ടോ, മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഈ ഹൈപ്പോതലാമസ് ആണ് പിറ്റ്യൂട്ടറിനെ കൺട്രോള് ചെയ്യുന്നത്. എന്താ പറ, ഇത് കഴിഞ്ഞിട്ട് പോവാ. No. Even though pituitary gland is known as master gland, as it is controlled by hypothalamus ആണ് കൺട്രോൾ ചെയ്യുന്നത്. സോ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കാറുണ്ട്. ഹൈപ്പോതലാമസ് സെക്രീറ്റ് ഹോർമോൺ ഇൻടു ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി പോർട്ടൽ സിസ്റ്റം. ഹൈപ്പോതലാമസ് എന്താക്കും? ഈ ഒരു സെക്രീഷൻ ഹൈപ്പോതലാമസിന്റെ പിറ്റ്യൂട്ടറി പോർട്ടൽ സിസ്റ്റത്തിലേക്ക് കൊടുക്കും. അവിടെ നിന്ന് എന്താക്കും? പിറ്റ്യൂട്ടറിന്റെ ഹോർമോണിനെ റെഗുലേറ്റ് ചെയ്യും. And regulate hormone secretion through negative feedback mechanism. അതായത് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിക്ക് സെക്രീഷൻ കൊടുത്തിട്ടാണ് പിറ്റ്യൂട്ടറി ബാക്കിയുള്ളതിനെല്ലാത്തിനെയും റെഗുലേറ്റ് ചെയ്യിക്കുന്നത്. രണ്ട് മെയിൻ സെക്രീഷൻ ആണ് ഉള്ളത്. ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് മെയിൻ രണ്ട് സെക്രീഷൻ ആണ്. ഹൈപ്പോതലാമസ് ആണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിലും മെയിൻ 4 സെക്രീഷൻസ് ആണ്. 4 രണ്ടെണ്ണല്ല, 4 സെക്രീഷൻസ്, 4 ഹോർമോൺസ് ആണുള്ളത്. അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഓക്കെ, പിന്നെ മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ല്യൂട്ടനൈസിംഗ്. അത് തെറ്റിപ്പോയിട്ടോ, 7 ഹോർമോൺസ് ഉണ്ട് കേട്ടോ. ആന്റീരിയർ പിറ്റ്യൂട്ടറിക്ക് 7 ഹോർമോൺസ് ആണ്. അഡിനോ കോർട്ടിക്കോട്രോപിക്, കാരണം ഒരുവിധം എല്ലാ ഗ്ലാൻഡിന്റെയും അഡിനോ നമ്മൾ ഇന്നലെ നോക്കിയില്ലേ, 7 എണ്ണം ട്ടോ. ആന്റീരിയർ പിറ്റ്യൂട്ടറി പുറപ്പെടുവിക്കുന്ന 7 എണ്ണം ഏതൊക്കെയാണ്? അഡിനോ കോർട്ടിക്കോട്രോപിക്, മെലാനോസൈറ്റിങ്, അപ്പം അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ എന്ന് പറയുന്നത് ദിസ് കൺട്രോൾ ദ റിലീസ് ഓഫ് ഹോർമോൺസ് ഓഫ് അഡ്രിനൽ കോർട്ടെക്സ്. കണ്ടോ, ഈ പിറ്റ്യൂട്ടറിയുടെ എല്ലാത്തിനെയും ഹോർമോൺ പുറപ്പെടുവിക്കാൻ മെസ്സേജ് കൊടുക്കുന്നത്. അപ്പം അഡ്രിനൽ കോർട്ടെക്സിന് പിറ്റ്യൂട്ടറി എന്താക്കും? അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ വെടിയിപ്പിക്കും. അപ്പൊ പിറ്റ്യൂട്ടറി എന്താക്കും? അത് ഈ അഡ്രിനോ ACTH പുറപ്പെടുവിപ്പിക്കുമ്പോൾ ഈ ACTH അഡ്രിനൽ കോർട്ടെക്സിൽ പോയിട്ട് അവിടെ നിന്നാണ് അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ വഴി അഡ്രിനൽ കോർട്ടെക്സ് പറഞ്ഞു. അതായത് ഈ പിറ്റ്യൂട്ടറി അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ പുറപ്പെടുവിക്കും, നേരെ അഡ്രിനൽ കോർട്ടെക്സ് പോകും. ഇത് കിട്ടിയാൽ അഡ്രിനൽ കോർട്ടെക്സ് മൂപ്പര സാധനം പുറപ്പെടുവിക്കും. അതായത് പിറ്റ്യൂട്ടറി അയക്കണം, എന്നാലേ മൂപ്പര സാധനം അയക്കത്തുള്ളൂ. ഇതാണ് പ്രത്യേകത. ACTH promotes and maintains growth and development of cortex of adrenal gland. കേട്ടോ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ACTHന്റെ മെയിൻ ആയിട്ടുള്ള പണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പിറ്റ്യൂട്ടറിയുടെ ആദ്യത്തെ ഹോർമോൺ അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ ആണ്. നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സിനെ അതിന്റെ ഹോർമോൺ പുറപ്പെടുവിക്കാൻ സിഗ്നൽ കൊടുക്കുന്നത് ACTH ആണ്. ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ഓക്കെ ആണോന്ന്?
ഇനിയാണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. മെലാനോസൈറ്റ്, ദിസ് സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് മെലാനോസൈറ്റ്സ് ഇൻ സ്കിൻ. സ്കിന്നിൽ മെലാൻ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, വിച്ച് ടെൻസ് ടു ഡാർക്കൺ ദ സ്കിൻ. സ്കിന്നിൽ ഡാർക്കൺ, അത് നമ്മൾ ഒറിജിനൽ കളർ വരുത്താൻ സഹായിക്കുന്ന മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് രണ്ടാമത്തെ പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺ. മൂന്നാമത്തത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. എന്താണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, TSH, promotes the growth and development of thyroid gland and release of thyroid hormone known as thyroxine. Thyroxine റെഗുലേറ്റ് ചെയ്യാൻ, തൈറോക്സിൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്യാനൊക്കെ തൈറോയിഡ് ഗ്ലാൻഡിലേക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കൊടുക്കും. ഏത് ഹോർമോൺ ആണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ മൂന്നെണ്ണം മനസ്സിലായോ? ആദ്യത്തെ മൂന്നെണ്ണം മനസ്സിലായോ? പറഞ്ഞേ, ഒന്നുകൂടെ പറയാം മാം. അഡ്രിനോകോർട്ടക്സിന് കൊടുക്കുന്ന ഹോർമോൺ ആണ്, പിറ്റ്യൂട്ടറി കൊടുക്കുന്ന ഹോർമോൺ ആണ് അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അതുവഴി എന്താണ്? സ്റ്റിറോയിഡ് ഹോർമോൺസ് റിലീസ് ആവുകയും ഗ്രോത്ത് ഡെവലപ്മെന്റ് ഒക്കെ നടക്കുകയും ചെയ്യും. സ്കിന്നിന് മെലാൻ ഉണ്ടാവാൻ വേണ്ടി മെലാനോസൈറ്റിക് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും പിറ്റ്യൂട്ടറി തന്നെയാണ് കൊടുക്കുന്നത്. തൈറോയിഡ് ഗ്ലാൻഡിനെ റെഗുലേറ്റ് ചെയ്യാനും തൈറോക്സിൻ എന്ന ഹോർമോൺ പുറപ്പെടുവിക്കാനൊക്കെ നമ്മുടെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആര് കൊടുക്കണം? പിറ്റ്യൂട്ടറി കൊടുക്കണം. ഓക്കെ ആണോ? ഇനിയാണ് ലൂട്ടനൈസിംഗ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. It stimulates the formulation and activity of corpus luteum of ovary. ഓവറിയുടെ corpus luteum എന്തിനാണ്? It stimulates the release of eggs from the ovary in females and prepares the urine lining for the implantation of fertilized egg. കണ്ടോ, നമ്മുടെ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിന് വരുമ്പോൾ ഓവറിയിൽ ഒരു തിക്കൻ ആയിട്ടുള്ള ഒരു എഗ്ഗിന് താമസിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്, യോഗ് സാക്ക് എന്ന് പറയാം. അതൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ഈ യൂട്ടിലൈസിംഗ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വഴിയാണ്. It increases the production of progesterone. Progesterone go to female. When males, it stimulates industrial cell to produce testosterone. സ്ത്രീകളിലെ യൂട്ടിലൈസിംഗ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രൊജസ്ട്രോൺ ആണ് കൂട്ടുന്നത്. ആണുങ്ങളിലെ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഇനി ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH ആണ്. ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് ഈസ്ട്രജൻ ആൻഡ് മെച്ചുറേഷൻ ഓഫ് ഓവം. ഓവം മെച്ചുർ ആവുക, ഈസ്ട്രജൻ കൊടുക്കുക, അതാണ് FSH. And sperm production in males. Males sperm production. It influences the growth and maintenance of gonads. നമ്മുടെ സ്ത്രീകളിലെ ഓവറിയും പുരുഷന്മാരുടെ ടെസ്റ്റസും കൂടി ചേർന്നിട്ടാണ് ഗൊണാഡ്സ് എന്ന് പറയാം. ഈ ഗൊണാഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സ്ത്രീകളില് ഈസ്ട്രജൻ, പുരുഷന്മാരില് ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ ആണോ? ആണുങ്ങളില് എന്താണ്? സ്പേമിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ആക്കാൻ കൂട്ടുന്നത്. ഇനിയാണ് പ്രൊലാക്റ്റിൻ, പാലുണ്ടാവുന്ന ഹോർമോൺ ആണ് കേട്ടോ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലാക്ടോജനിക് ഹോർമോൺ ആസ് ഇറ്റ് ഇനിഷ്യേറ്റ് ആൻഡ് പ്രൊമോട്ട്സ് മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ ഫീമെയിൽ മാമൽസ്. ഇറ്റ് ഓൾസോ ഹെൽപ് ടു മെയിൻറ്റെയിൻ ദ കോർപ്പസ് ലൂട്ടം ഓഫ് ഓവറി ഡ്യൂറിംഗ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ. മെൻസ്ട്രുവൽ സൈക്കിളിന്റെ സമയത്ത് കോർപ്പസ് ലൂട്ടം മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുക, ഇതൊക്കെയാണ് പ്രൊലാക്റ്റിൻ ഹോർമോണിന്റെ പണി. ഹൈപ്പർ സെക്രീഷൻ ഓഫ് പ്രൊലാക്റ്റിൻ ഹോർമോൺ, അതായത് പ്രൊലാക്റ്റിൻ ഹോർമോൺ ഹൈപ്പർ കൂടുതലായാൽ മേ കോസ് നോൺ നഴ്സിംഗ് വുമൺ, പ്രസവിക്കാത്ത പാലുണ്ടാത്ത ആളുകൾക്കും പാല് വരുന്ന അവസ്ഥ, ടു ലാക്ടേറ്റ് ആൻഡ് ഓൾസോ ഡിസ്ട്രപ്റ്റ് ദ മെൻസ്ട്രുവൽ സൈക്കിൾ, മെൻസ്ട്രുവൽ സൈക്കിളിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇറ്റ് കാൻ ഓൾസോ കോസ് ഇമ്പോർട്ടന്റ് ഇൻവെന്റ്സ്, മെന്നിൽ ഷണ്ടനാവും, അതായത് കുട്ടികൾ ഉണ്ടാവാത്തൊരവസ്ഥയും ഉണ്ടാക്കും. ഹൈപ്രോ സെക്രീഷൻ ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഹൈപ്പർ ആണെങ്കിൽ പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് പോലും പാല് വരാ, ആ പുരുഷന്മാര് ഷണ്ടനായി പോവാ, അങ്ങനത്തെ അവസ്ഥയൊക്കെ കാണാറുണ്ട്. പ്രൊലാക്റ്റിൻ മെയിൻ ആയിട്ട് മിൽക്കും അതുപോലെ കോർപ്പസ് ലൂട്ടം മെൻസ്ട്രുവൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുമാണ് ചെയ്യും. ഓക്കെ ആണോ? ഇനി അടുത്തതാണ് ഗ്രോത്ത് ഹോർമോൺ. ഓക്കെ, ദിസ് ഹോർമോൺ ഇസ് ഓൾസോ നോൺ ആസ് somatotropin hormone STH or somatotropic hormone. It influences the growth of cells and tissues all over the body. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സെൽസിനെയും ടിഷ്യൂസിനെയും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് ഹോർമോൺ ഇസ് റിലീസ് ഡ്യൂറിംഗ് സം സ്റ്റേജസ് ഓഫ് സ്ലീപ്പിലാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ അധികവും ഉറങ്ങുമ്പോഴാണ് കൂടുതൽ ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. It promotes the growth of bones, muscles and other tissues. Thus, it controls and regulates the growth of a child
From infancy to adulthood, during growing years, hypersecretion of growth has caused an extraordinary skeletal growth, producing a condition known as gigantism. ഇനി ഈ ഗ്രോത്ത് ഹോർമോൺ എക്സ്ട്രീം ആയിട്ട് കൂടിപ്പോയാൽ ജൈജാൻഡിസം, ഭയങ്കര ജനബാഹുവാകുന്ന അവസ്ഥയും this caused the formation of new bones, making the body disfigured. New bone ഒക്കെ വന്നിട്ട് ഒരു ഫിഗർ ഇല്ലാതെ ലാർജ് ഹാൻഡ്സ്, വലിയ ജോ, വലിയ ഫീറ്റ് ഒക്കെ ആയിട്ട് മാറും. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ആക്രോമെഗാലി എന്ന്. ഓക്കെ, ഇനി ഗ്രോയിങ് ഇയറിൽ GH കുറവാണെങ്കിൽ ഡ്രോഫിസ് ആണ് വരാം, കുള്ളനായി പോകുന്ന അവസ്ഥയാണ് വരാം. അപ്പൊ ഗ്രോത്തിന് സഹായിക്കുന്ന ഹോർമോൺ ആരാണിത്? ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത്. അത് എക്സസ് ആവുകയാണെങ്കിൽ ജൈജാറ്റിസും, ലോ ആവുകയാണെങ്കിൽ ഡ്രോഫിസും ആണ് വരിക. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇത്രയും ഹോർമോൺ ആണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി പഠിക്കും. ഏതൊക്കെയാണ് എന്റെ കൂടെ എഴുന്നത്തിന്റെ പേരെന്ന് പറഞ്ഞേ? അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ, അഡ്രിനൽ കോർട്ടിസോൾ, ഓക്കെ, മെലാനോസൈറ്റ് മെലാൻ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് തൈറോയിഡ് ഗ്ലാൻഡിന്, ലൂട്ടിനൈസിംഗ് എന്താണ്? കോർപ്പറ്റ് പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോൺ, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഓവം സ്പേമും അതുപോലെ തന്നെ ഈസ്ട്രജൻ, പ്രൊലാക്റ്റിൻ പാലുണ്ടാക്കുന്നു, അതുപോലെ തന്നെ കോർപ്പസ് ലൂട്ടം. ഗ്രോത്ത് ഹോർമോൺ ഗ്രോത്തിനെ സഹായിക്കുന്നു. ഓക്കെ ആണോ? പറഞ്ഞേ, എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ ആണെന്ന് പറഞ്ഞേ. മാം, ഇത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാറുണ്ടോ? രണ്ടും കൂടി. അതായത് ഇനി അടുത്തും കൂടി ഉണ്ട്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ ന്യൂറോ ഹൈപ്പോസിസ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഇസ് കമ്പോസ്ഡ് ഓഫ് ന്യൂറൽ ടിഷ്യൂസ് ആണ് അതിലുള്ളത്. ഓക്കെ, ദ മെയിൻ ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന രണ്ടെണ്ണം, ഒന്ന് ആന്റി ഡ്യൂററ്റിക് ഹോർമോണും അല്ലെങ്കിൽ വാസോപ്രസിൻ എന്നുള്ളതും ഓക്സിറ്റോസിൻ. ഈ ഓക്സിറ്റോസിനാണ് നമുക്ക് പ്രസവ സമയത്ത് കുത്തിവെക്കുക. ലേബർ പെയിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. അതാണ് നമുക്ക് വേദനയ്ക്ക് മരുന്ന് തരാന്ന് പറയില്ലേ? ഈ ഓക്സിറ്റോസിൻ കുത്തിവെക്കുമ്പോൾ പിറ്റ്യൂട്ടറി വിചാരിക്കും അതാ കുറെ ഓക്സിറ്റോസിൻ വരും. അപ്പൊ പിറ്റ്യൂട്ടറി കുറെ ഓക്സിറ്റോസിൻ സ്വന്തമായിട്ടുണ്ടാവും. സോ ലേബർ വേഗമാവും, പ്രസവം പെട്ടെന്ന് നടക്കും. അതാണ് ഓക്സിറ്റോസിൻ. പിറ്റോസിൻ എന്നൊക്കെയാണ് അതിന്റെ പേര്, ഓക്സിറ്റോസിൻ. ആ പിറ്റോസിൻ ആണ് മെയിൻ ആയിട്ട് നമുക്ക് പ്രസവ സമയത്ത് ലേബർ പെയിൻ വരാൻ വേണ്ടിട്ട് കുത്തിവെക്കൂലേ? ആരെങ്കിലും ഉണ്ട് അനുഭവം ഉള്ളവര്? അനുഭവം ഉള്ളവരുണ്ടോ? ആരും പ്രസവിച്ചിട്ടൊന്നുമില്ല ഇതിന്റെ അകത്ത്? എനിക്ക് ഫുള്ള് സി സെക്ഷൻ ആയിരുന്നു മാം. അയ്യോ, നോർമൽ കേട്ടോ, പേടിക്കാൻ മാത്രമൊന്നുമില്ല. അയ്യോ എന്ന് പറയാനുള്ള കാരണം ചില ഡോക്ടേഴ്സിന്റെ വിവരക്കേട് കൊണ്ട് ലേബർ പെയിനും സി സെക്ഷനും ഒരുപോലെ അനുഭവിക്കേണ്ടി വരാറുണ്ട്. അത് ഭയങ്കര കഷ്ടമാണ്. ഒരു മിനിറ്റ്, ഞാൻ അതുപോലെയാണ് മാം, രണ്ടും കൂടി ആയിരുന്നു. എന്റെ അനിയത്തി ഈ കുറച്ചു ദിവസം മുന്നേ പറഞ്ഞില്ല എന്റെ അനിയത്തിയുടെ പ്രസവം ഉണ്ടെന്ന്. ചീത്ത വിളിച്ചു. അവര് പറയുന്നില്ല എന്താന്ന്. ഞാനാകെ ടെൻഷൻ. കാരണം 2 പിറ്റോസിന് കൊടുത്തിട്ട് 3 ഫിംഗർ ഡയലേഷനെ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നിട്ട് പറയാണ് പേഷ്യന്റ് പറഞ്ഞിക്കണേ പേഷ്യന്റിന് സർജറി വേണം. എനിക്കെല്ലാം കൂടെ ദേഷ്യം. ഞാൻ പേഷ്യന്റ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ പേഷ്യന്റ് പറയാണ് എന്നെ കീറി മുറിക്കുന്നവര് ഇല്ല ഇപ്പൊ ചെയ്യാം. അവനവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഒരു മിനിറ്റ്. അപ്പൊ അഡ്രിനോ ഡ്യൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്നത് വാസോപ്രസിൻ എന്നുള്ള മൂത്രസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാട്ടോ മെയിൻ ആയിട്ടും. ADH ഓൾസോ നോൺ ആസ് വാസോപ്രസിൻ ഹെൽപ്പ് ദ ബോഡി ടു റീറ്റെയിൻ വാട്ടർ ആൻഡ് റെഗുലേറ്റ് സോഡിയം ലെവൽ ഇൻ ദ ബ്ലഡ്. അതായത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മൂത്രം മഞ്ഞ കളറായിട്ട് കാണാറില്ലേ?
എന്താ പറയാ, രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ വെള്ളമൊന്നും കുടിക്കുന്നില്ല. അപ്പൊ വാസോപ്രസിൻ എന്താ പറയും, മൂത്രത്തിൽ നിന്നൊക്കെ വെള്ളം വലിച്ചെടുക്കും. അതാണ് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ മൂത്രം മഞ്ഞ കളറാവുന്നത്. അതായത് ബോഡിയിൽ വെള്ളം ഇല്ലെങ്കിൽ എവിടുന്നെങ്കിലൊക്കെ വാസോപ്രസിൻ വെള്ളം ഉണ്ടാക്കും, മൂത്രത്തിൽ നിന്നോ ബ്ലഡിൽ നിന്നോ ഒക്കെ. അതാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ഡ്യൂററ്റിക് ഹോർമോണിന്റെ പ്രത്യേകത. ഇറ്റ് പ്രിവെന്റ്സ് ദ ലോസ് ഓഫ് വാട്ടർ ഫ്രം ബോഡി ത്രൂ ലാർജ് യൂറിൻ വോളിയം. കേട്ടോ, ലാർജ് യൂറിൻ വോളത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, വെള്ളം വലിച്ചെടുത്ത് ശരീരത്തില് വെള്ളത്തിന്റെ അളവ് നിലനിർത്തുക എന്നുള്ളതാണ് ഈ ഒരു ഹോർമോണിന്റെ പ്രത്യേകത. It helps the tubules of the kidney to reabsorb water from the excess amount of urine that is formed to be excreted. കണ്ടോ, എക്സ്ക്രീറ്റ് ചെയ്യാൻ വെച്ച മൂത്രത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്, കിഡ്നിയുടെ ട്യൂബ്യൂൾസിനെ കൊണ്ട് വലിപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. എപ്പോഴും ഉറങ്ങുമ്പോഴാണ് വാസോപ്രസിന്റെ പ്രവർത്തനം കൂടുതലുള്ളത് കേട്ടോ. The osmotic pressure in the body increases when body dehydrates. കണ്ടോ, ബോഡിയിൽ വെള്ളം ഇല്ലാതാകുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടാവും. ഈ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടാകുമ്പോൾ this triggers release of ADH release out, which in turn help to reabsorb water from the kidney and pour into the blood. കിഡ്നിന്ന് വെള്ളം വലിച്ചെടുത്ത് ബ്ലഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും റീസ്റ്റോർ ചെയ്യും വാട്ടർ ലെവൽ ഇൻ ദ ബോഡി ആൻഡ് റെഡ്യൂസസ് ദ ഓസ്മോട്ടിക് പ്രഷർ. കണ്ടോ, ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടാവും. അപ്പൊ എന്താക്കും, ട്രിഗർ ആവും, ഈ ADH ട്രിഗർ ആവും. അപ്പൊ എന്താക്കും, ഈ കിഡ്നിയിലുള്ള ട്യൂബ്യൂൾസ് മൂത്രത്തിലുള്ള എക്സ്ട്രാ വാട്ടർ വലിച്ചെടുക്കുകയാണ് ചെയ്യല്. This restore the water level in the body and reduce the osmotic pressure. ഹൈപ്പോസെക്രീഷൻ, ADH കുറഞ്ഞു പോയാൽ, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറയുക, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുക. ഇതെപ്പോഴും ഓർത്ത് വെക്കണേ. Hyposecretion of ADH causes the excretion of large quantity of urine from the body. ADH കുറഞ്ഞു നമ്മൾ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കും, thus leading to diabetes insipidus. This is generally taken care of by injecting ADH or vasopressin. Inject ചെയ്തിട്ട് നിലനിർത്താറുണ്ട് ADH. ADH also involving learning and memory. ADH എന്നുള്ളത് ഈ മൂത്രത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന കൂടാതെ ലേണിംഗിനും മെമ്മറിയും ഉണ്ട്. ദ എക്സാക്ട് റോൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇപ്പം ലേണിംഗിലും മെമ്മറിയിലും എന്തോ റോൾ ഉണ്ട്, എന്താ റോൾ എന്ന് കണ്ടെത്തില്ല. ഇപ്പൊ ഉള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരീരത്തിന്റെ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ സ്റ്റിമുലേറ്റ് ആയിട്ട് കിഡ്നിനെ കൊണ്ട് ട്യൂബ്യൂൾസ് വഴി മൂത്രത്തിലുള്ള എക്സ്ട്രാ വെള്ളം വലിച്ചെടുപ്പിച്ച് എന്താക്കുക, ബോഡിയിലെ വെള്ളത്തിന്റെ അളവ് നില. ഓക്കെ ആണോ? ഇനി അടുത്തതാണ് ഓക്സിറ്റോസിൻ. The word is derived from Greek word oxys meaning rapid and tokos that means childbirth. Childbirth rapid ആക്കുക, അതാണ് റാപ്പിഡ് എന്നുള്ള ഓക്സി എന്ന വീട്, ടോക്കോസ് ചൈൽഡ് ബർത്ത് റാപ്പിഡ് ആക്കുക, പെട്ടെന്നാക്കുക. OT initiate the contraction of uterine muscles. Contraction കൂട്ടും ആര്, ഓക്സിറ്റോസിൻ. Injection of OT are given to induce labor and to speed up childbirth. പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ OT ഇൻജെക്ട് ചെയ്യുന്നത്. It also promotes lactation and ensures successful nursing. അല്ല, പാലുണ്ടാക്കാനും മുലയൂട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. It also controls certain aspect of parental behavior and sexual behavior control ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ research is being conducted to find out the impact of oxytocin and vasopressin in social behavior. സമൂഹത്തിൽ ഇടപെടുമ്പോൾ വാസോപ്രസിന്റെയും ഓക്സിറ്റോസിന്റെയും ഒക്കെ എന്താ അവസ്ഥ എന്നിട്ടും പഠിച്ചുകൊണ്ട് ഇരിക്കുക. ഇതാണ് ഓക്സിറ്റോസിൻ. ചൈൽഡ് ബർത്ത് പെട്ടെന്നാക്കാന്നുള്ളതാണ് പറയാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇന്ന് ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ, കാരണം മൊത്തം കുറെ പഠിക്കാനുള്ള സാധനങ്ങളാണ്. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് 10 മാർക്കിന് എത്രയോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ചോദിക്കുകയാണെങ്കിൽ ഇത് മൊത്തം എഴുതണം, ഫുൾ മാരി വലിച്ച് എഴുതണം, 1-2 പോയിന്റ്സ് വെച്ചിട്ട് മൊത്തം എഴുതണം. ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തോളാം. ഈ ഒരു 7-2-9 ഹോർമോൺസിനെയും ഉൾപ്പെടുത്തി അതിന്റെ പേര് പഠിക്കുന്ന രീതിയിൽ ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തോളാം. ഇനി 2 ക്ലാസ് മൺഡേയും ട്യൂസ്ഡേയോടെ നമ്മള് ബയോ സൈക്കോളജി തീരും. വെനസ്ഡേ നമ്മള് 2 ക്ലാസ് വേണമെന്നില്ല, അല്ല 2 ക്ലാസ് നടക്കണം. ഇത് ഇങ്ങനെ കണ്ടിട്ട് അടുത്ത് ഒത്തിരി ഉണ്ട്, ചെറിയ എഴുത്തായിട്ടാട്ടോ, അതായത് കുറച്ച് എടുക്കുന്നത്. അപ്പോൾ 2 ക്ലാസ്സോടെ ഇതും കൂടെ തീർത്തിട്ട് ബുധനാഴ്ച നമ്മൾ 103 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? 103യുടെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ എടുക്കത്തില്ല, അത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഫ്രീ ക്ലാസ് ആയിട്ട് കൊടുത്താണ്. സെക്കൻഡ് ചാപ്റ്റർ മുതലാണ് കാണുന്നത്. സമയം എപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോ
ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ അബ്ദുൽ നാഫി സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.